എന്നെ മറന്നുവോ, എന്നിൽ വീണലിഞ്ഞവൻ. എന്നെ മറന്നുവോ, എന്നിൽ വീണലിഞ്ഞവൻ. ആരെഴുതിയതാണ് എന്ന് നമുക്കറിയില്ല എന്ന് വയ്ക്കുക. ഇതെഴുതിയത് ഒരു പുരുഷനാണെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? തിരുനെല്ലൂര് ഒരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്, ആത്മനിഷ്ഠതയുടെയും വസ്തുനിഷ്ഠതയുടെയും പരസ്പര ലയത്തിൽ പല ജീവിതങ്ങൾ ജീവിക്കാൻ കഴിയുമ്പോൾ കൈവരുന്ന ചാരിതാർത്ഥ്യത്തിൻ്റെ ആത്മാലാപങ്ങളാണ് കവിതകൾ എന്ന്. പല ജീവിതങ്ങളിലേക്ക് പരകായ പ്രവേശം നടത്തുമ്പോൾ ആ ജീവിതങ്ങളായി മാറാൻ അസാമാന്യമായ സിദ്ധിയുള്ള കവിയാണ് തിരുനെല്ലൂർ. ഒരു സ്ത്രീയുടെ വീക്ഷണം ആവിഷ്കരിക്കുമ്പോൾ പൂർണ്ണമായും സ്ത്രീയുടെ ഹൃദയത്തിലേക്ക് കടക്കാൻ അദ്ദേഹത്തിന് കഴിയാറുണ്ട്. കേരളത്തിലെ മറ്റൊരു പുരുഷ കവിക്കും ഇത്രത്തോളം ഒരു സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് എഴുതാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഇപ്പോൾ എന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞപ്പോൾ ഡോക്ടർ വിദ്യ പറഞ്ഞു, സീത, തിരുനെല്ലൂർ കവിതയിലെ സീത എന്ന കഥാപാത്രത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുക എന്ന്. തീർച്ചയായും മറ്റ് സ്ത്രീകളെയും കൂടെ ഉൾപ്പെടുത്തി കഥാപാത്രങ്ങളെയും കൂടെ ഉൾപ്പെടുത്തി സംസാരിക്കണമെന്ന് കരുതിയെങ്കിലും സീത വായിച്ചു വരുമ്പോൾ എനിക്ക് അത് തന്നെ പറയാൻ ഇവിടെ സമയം തികയില്ല എന്ന് തോന്നി. സീത എന്ന കഥാപാത്രത്തിലൂടെ യാത്ര ചെയ്യാൻ, തിരുനെല്ലൂർ എഴുതിയ സീത എന്ന കഥാപാത്രത്തിലൂടെ യാത്ര ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നതിൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു കാരണമെന്ന് പറഞ്ഞാൽ, ഇന്ന് ഏറ്റവും അധികം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു സങ്കല്പമാണ് രാമരാജ്യവും ശ്രീരാമനും. ഹൈന്ദവ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തെ തന്നെ ഇല്ലാതാക്കി ഇതൊരു രാമരാജ്യമാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളെല്ലാം, അതായത് ഇവിടുത്തെ സ്ത്രീകളെല്ലാം സീതമാരോ കൗസല്യമാരോ കൈകേയിമാരോ ഇതൊന്നുമല്ലാത്ത, കഥകളിലൊന്നും പേര് പോലും വരാൻ സാധ്യതയില്ലാത്ത ശൂദ്ര സ്ത്രീകളോ ആയി മാറും. രാമായണ കഥയിൽ മനസമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിച്ചു മരിച്ച ഒരു സ്ത്രീയുടെ പേര് നമുക്കാർക്കെങ്കിലും ഓർക്കാൻ കഴിയുമോ? വേണ്ട. ഒരു പുരുഷൻ്റെ പേര് ഓർക്കാൻ സാധിക്കുമോ? ശ്രീരാമചന്ദ്രനെങ്കിലും സന്തോഷത്തോടെ ജീവിച്ചു മരിച്ച ഒരാളാണോ? പിന്നെ ആരാണ് അവിടെ സന്തോഷമായിട്ടുണ്ടായിരുന്നത്? ഭരണാധികാരികളെ കൊണ്ട്, അതായത് ആജ്ഞാനുവർത്തികളായ ഭരണാധികാരികളെ കൊണ്ട് അഭീഷ്ടങ്ങൾ നിവർത്തിച്ചെടുത്ത കുറച്ച് സന്യാസിമാർ മാത്രമാണ് അവിടെ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിച്ചിട്ടുള്ളത്. തിരുനെല്ലൂരിൻ്റെ കവികളിലെ സ്ത്രീകൾ എപ്പോഴും പുരുഷനേക്കാൾ ഒരുപടി മുകളിലാണെന്ന് തോന്നാറുണ്ട്. അതിൽ തെറ്റൊന്നുമില്ല, മറ്റാരും അത് സമ്മതിച്ചു തരാൻ നിൽക്കാറില്ലെന്നുള്ളതുകൊണ്ടാണ്, സമ്മതിക്കാൻ അവർക്ക് സാധിക്കാറില്ല. നമുക്ക് തന്നെ ആലോചിക്കാം, ധാർമ്മികത, നീതിബോധം, സാഹോദര്യം, കരുണ, സഹാനുഭൂതി, ത്യാഗസന്നദ്ധത, പൊറുക്കാനുള്ള കഴിവ്, ഇങ്ങനെ ഏത് മനുഷ്യനോട് പുലർത്തേണ്ടുന്ന നല്ല ഗുണങ്ങളിലെല്ലാം എപ്പോഴും നമ്മൾ സ്ത്രീകൾ ഒരു പടി മുകളിൽ തന്നെയാണ്. നമ്മളങ്ങനെ പ്രതികാരത്തിനൊന്നും വലുതായിട്ട് പോവാറില്ല. തിരുനെല്ലൂർ സീതയെ കഥാപാത്രമാക്കിക്കൊണ്ട് എഴുതിയ, അല്ലെങ്കിൽ രാമായണത്തിനെ കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് എഴുതിയത് 3 കവിതകളാണ്. ഒന്ന് സീത എന്ന കാവ്യം, ഖണ്ഡകാവ്യം, അത് പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. പിന്നെ 2 കവിതകൾ, വാൽമീകിയുടെ ആശ്രമത്തിൽ എന്ന കവിതയും രാമായണം എന്ന കവിതയും. സീത ആദ്യമായി അച്ഛനെ പിരിയുന്ന സന്ദർഭത്തിൽ നിന്ന് നമുക്ക് സീതയുടെ വായന തുടങ്ങാം. അതിനു മുമ്പ് തന്നെ ഞാൻ പറയട്ടെ, മറ്റേത് പുരാണങ്ങളെ ആസ്പദമാക്കിയിട്ടും തിരുനെല്ലൂർ ഇത്രയധികം കവിതകൾ രചിച്ചിട്ടില്ല. അതിൻ്റെ കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്, ഇന്ത്യയെ ഒരു ഹൈന്ദവ രാഷ്ട്രമാക്കി മാറ്റി എന്നോ ഉപേക്ഷിച്ച യുക്തിഹീനവും മനുഷ്യത്വരഹിതവുമായ ചാതുർവർണ്ണ വ്യവസ്ഥിതികൾ തിരിച്ചു കൊണ്ടുവരാനുള്ള വലിയൊരു കോപ്പുകൂട്ടൽ ഇവിടെ നടക്കുന്നുണ്ടെന്ന് 80കളുടെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു എന്നതാണ്. സീത തുടങ്ങുകയാണ്. എൻ്റെ വായന തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. കല്യാണം കഴിഞ്ഞിട്ട് സീത അയോധ്യയിലേക്ക് പോവുകയാണ്. അച്ഛൻ്റെ പാദങ്ങൾ അശ്രുബിന്ദുക്കളാൽ അർച്ചിച്ചു കൊള്ളുവാൻ കുമ്പിടും സീതയെ മെല്ലെ പിടിച്ചെഴുന്നേൽപ്പിച്ചു
തേങ്ങിടുമുള്ളം നിയന്ത്രിച്ചു ഗാഠമായി പുൽകവേ ഉന്മുഖം താതനെ കെട്ടിപ്പിടിച്ചാർദ്ര പക്ഷ്മള നീല നേത്രങ്ങൾ വിടർത്തവൾ പിഞ്ചു കിടാവിനെ പോലിടറിക്കൊണ്ടു കൊഞ്ചിനാൾ. അച്ഛനും കൂടെ വരില്ലയോ എന്നാണ്. ആ ഒരു നിമിഷത്തിലാണ് നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയുന്നത് ഇതൊരു 13 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയായിരുന്നു എന്ന തോന്നൽ നമുക്ക് ഉളവാകുന്നത് ഈ ഒരു വരിയിൽ നിന്നാണ്. അതുവരെ സീത രാമനെ കല്യാണം കഴിച്ചു പോയി എന്നൊക്കെ പറയുമ്പോൾ ഒരു വിവാഹം അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. വിവാഹ സമയത്ത് വെറും 13 വയസ്സുള്ളൊരു കുട്ടിയാണ് സീത. ആ പ്രായത്തിലുള്ള ഉള്ളവർക്കൊക്കെ അറിയാം 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ മാനസിക വളർച്ചയൊക്കെ എത്രയുണ്ടെന്ന്. ചെറിയൊരു യാത്ര പോകലല്ല, മറിച്ച് കന്യാദാനം ചെയ്യപ്പെട്ട് എന്നേക്കുമായി ഇവിടെ നിന്നും പോവുകയാണ്. ഇത് എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളാനാകുമ്പോഴത്തേക്കും വിവാഹം കഴിപ്പിച്ചു വിടുക, ബാല്യവിവാഹം, ഇതായിരുന്നു അന്നത്തെ രീതി. ഇന്നിപ്പോൾ അതിൽ നിന്നൊക്കെ ഒട്ടേറെ ദൂരം നാം നടന്നു കഴിഞ്ഞുവെങ്കിലും ആ വ്യവസ്ഥിതിയിലേക്ക് തന്നെ നമ്മളെ തിരിച്ചു കൊണ്ടുപോകാനുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. അച്ഛനും കൂടെ വരില്ലയോ എന്ന് ചോദിക്കുന്ന മകൾക്ക് കൊടുക്കാൻ മിഥിലയുടെ പ്രജാപതിക്ക് ബാലിശമായ ഒരു ആശ്വാസവാക്ക് മാത്രമാണ് ഉണ്ടായത്. അവിടെ മകളെ നിനക്കമ്മമാർ മൂവരുണ്ട്, അവിടെ 3 അമ്മമാരുണ്ട് എന്നാണ് അച്ഛന് പറയാൻ സാധിച്ചത്. വേറൊന്നും പറയാൻ സാധിക്കുന്നില്ല. ആ കുട്ടി ഇന്ന് വരെ അച്ഛനെ പിരിഞ്ഞിരുന്നിട്ടില്ല. ജനകൻ്റെ പ്രാണനായിരുന്നു സീത എന്ന് നമുക്കറിയാം. തൻ്റെ സ്വന്തം രക്തത്തിൽ പിറന്ന മറ്റൊരു പുത്രി ഉണ്ടായിട്ട് കൂടി മൈഥിലി എന്ന് പറഞ്ഞാൽ അത് സീതയാണ്. ആ കുട്ടിയെ പറഞ്ഞയക്കുമ്പോൾ ജനകന് പറയാൻ മറ്റൊന്നും കിട്ടിയില്ല, വാക്കുകൾ കിട്ടിയില്ല. 3 അമ്മമാരും ത്രിലോകവും വാഴ്ത്തുന്ന വില്ലാളി വീരനും ലോകാഭിരാമനുമായ ഭർത്താവും മഹാശക്തിശാലിയായ ഒരു അച്ഛനും ദശരഥനുമൊക്കെയുള്ള മഹാരാജ്യമായിട്ടുള്ള അയോധ്യയിൽ, അതിശക്തമായ രാജ്യമായ അയോധ്യയിൽ നിന്നും സീതയ്ക്ക് കിട്ടിയ സുരക്ഷയുടെ കഥയാണ് എന്ത്? രാമായണം എന്ന് നമുക്കറിയാം. മിഥിലയിൽ നിന്നും പറിച്ചു നടപ്പെട്ട പെൺകുട്ടിയിൽ നിന്നും സീത എന്ന സ്ത്രീ ഉരുവപ്പെടുന്നത് യഥാർത്ഥത്തിൽ അയോധ്യയിൽ വെച്ചാണ്. രാമൻ ചാതുർവർണ്ണ വ്യവസ്ഥകൾക്ക് സ്വയം സമർപ്പിച്ച ഒരാളായിരുന്നു. പക്ഷേ അതേ ചാതുർവർണ്ണ വ്യവസ്ഥിതിയിൽ ജീവിച്ചിട്ട് പോലും, ഒരു രാജകുമാരിയായി ജീവിച്ചിട്ട് പോലും പക്ഷേ ഇത്തരം വ്യവസ്ഥിതികളെ ശിരസ വഹിക്കാൻ സീത ഒരിക്കലും തയ്യാറായിരുന്നില്ല. അവർ സ്വതന്ത്രമായ ബുദ്ധിയോടെ കാര്യങ്ങളെ നോക്കിക്കണ്ടു. സത്യത്തിൽ വാൽമീകി രാമായണത്തിലോ അധ്യാത്മ രാമായണത്തിലോ ഒക്കെ നമ്മൾ വായിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത സന്ദർഭങ്ങളിലൂടെ സീതയെ നമുക്ക് കാണിച്ചു തരാനാണ് യഥാർത്ഥ തിരുനെല്ലൂർ ശ്രമിച്ചിട്ടുള്ളത്. ഞാനും തിരുനെല്ലൂരിൻ്റെ കവിതകളെ കൂടുതൽ വിശദീകരിക്കുന്നതിൽ ഒരു കാര്യമില്ല. കാരണം ആ കവിതകളേക്കാൾ ഭംഗിയായിട്ട് അതിനെ വിശദീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് സമയപരിമിതി മൂലവും ചില സന്ദർഭങ്ങൾ മാത്രം എടുത്ത് കാണിക്കാം, അത്രേ പറയുന്നുള്ളൂ. അതായത് അവർ സ്വതന്ത്രമായ ബുദ്ധിയോടെ കാര്യങ്ങളെ നോക്കിക്കണ്ടു എന്ന് പറയുന്നതിന് ഒരു ആദ്യത്തെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് മധുവിധു കാലത്ത് സീത രാമൻ്റെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുകയാണ്. ഒരു രാത്രി, നിലാവുള്ള രാത്രി. രാമൻ്റെ ഞാൺതഴമുള്ള കൈയിൽ അവരിങ്ങനെ വിരലുകൊണ്ടിങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സന്തോഷഭരിതമായ നിമിഷങ്ങൾ. രാമൻ്റെ കൈകൾ സീതയെയും തലോടുന്നുണ്ട്. പെട്ടെന്ന് സീത കൗതുകത്തോടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോഴും ഒരു 10-14 വയസ്സേ ആയിട്ടുണ്ടായിരിക്കുള്ളൂ സീതയ്ക്ക്. ചോദിക്കുന്ന ചോദ്യമാണ്, വിദയമൊരു നാൾ, വിദയം ദയയില്ലാതെ, വിദയമൊരു നാൾ ഭവാൻ താടകയെന്നൊരു വിധവയെ വധിച്ചെന്നു കേട്ടിരിക്കുന്നു ഞാൻ. പ്രണയമൃദുലങ്ങളെ കൈകളാ പെണ്ണിനെ കൊടിയ ശരമെയ്തു വധിച്ചതെങ്ങനെ? രാമൻ്റെ കൈകൾ പെട്ടെന്ന് നിശ്ചലമായി. ആകുമല്ലോ. ഒരു നിമിഷം കഴിഞ്ഞ് അദ്ദേഹം ചോദിക്കുകയാണ്, മധുരിമയിൽ നമ്മൾ മയങ്ങുമീ വേളയിൽ കഥന കഥ കേൾക്കാനൊരുക്കമോ നീ സഖി? കഥന കഥയാണെന്ന് ആർക്കറിയാം? രാമൻ അറിയാം. ഈ സമയത്ത് നീ ഈ ഒരു കഥ ചോദിച്ചപ്പോഴോ എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് രാമൻ ആ കഥ പറയുകയാണ്. എന്താണ് കഥ?
താടക എന്ന് പറഞ്ഞാൽ സുകേതു എന്ന് പറഞ്ഞ യക്ഷന് ഒരുപാട് കാലത്തെ തപസ്സുകൊണ്ട് ലഭിച്ച 1000 ആനകളുടെ ശക്തിയുള്ള അതിസുന്ദരിയായ മകളാണ് താടക എന്ന രാജകുമാരി. താടകയുടെ ഭർത്താവാണ് സുന്ദൻ വധിക്കപ്പെട്ടു. ദേവന്മാരാൽ വധിക്കപ്പെട്ടതിന് ശേഷം മകനായ മാരീചനോടൊപ്പം മഹാറാണിയായിട്ട് രാജ്യം ഭരിച്ചുകൊണ്ട് കഴിയുകയാണ് താടക എന്ന ശക്തിശാലിയായ ഭരണാധികാരി അല്ലെങ്കിൽ രാജ്ഞി, വനറാണി. അപ്പം താടകയ്ക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സ്വന്തം കാടിനകത്തേക്ക് ഈ താപസന്മാർ വനവാസക്കാരൊക്കെ ഇങ്ങനെ കയറി വരുന്നത് അവർക്ക് ഇഷ്ടമല്ല. ചില താപസന്മാരെങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണയായിട്ട് അവർ തപസ് ചെയ്ത് അവരങ്ങ് പോയിക്കോളൂ. മറ്റ് ചിലരങ്ങനെയല്ല. അതായത് ഈ ചില താമസന്മാർ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം അവർ ചെയ്യുന്നത് ഈ കാട് വെട്ടിത്തെളിച്ചിട്ട് ഒരു വേലി കെട്ടി ഒരു കുടില് കെട്ടി അതിൻ്റെ അകത്ത് ഒരു ആശ്രമം കെട്ടി താമസിക്കുകയാണ്. അപ്പം തന്നെ കാടിൻ്റെ സ്വാഭാവികതയെ മാറ്റിക്കഴിഞ്ഞു. കൃത്രിമമായിട്ട് അവരൊരു ആശ്രമമൊക്കെ കിട്ടി അവരുടെ സെറ്റപ്പ് ഉണ്ടാക്കും. അപ്പം തന്നെ ഇവർക്ക് അലോസരങ്ങളായി. അത് കഴിഞ്ഞിട്ട് കാടിൻ്റേതായിട്ടുള്ള സ്വാഭാവികമായ ശബ്ദങ്ങളെ, ശാന്തമായ ശബ്ദങ്ങളെയൊക്കെ കീറി മുറിച്ചുകൊണ്ട് രാപകലില്ലാതെ ഈ മന്ത്രോച്ചാരണവും ഘോഷങ്ങളും ഇതൊക്കെ പോട്ടെ. കാടിലെന്ന് വെച്ചാൽ എങ്ങനെയാണ്? പകൽ മാത്രം സഞ്ചരിക്കുന്ന ജീവികളുണ്ട്, അത് കഴിഞ്ഞ് രാത്രി മാത്രം സഞ്ചരിക്കുന്ന ജീവികളുണ്ട്. ഇവർ യോഗം, ഹോമം, യാഗം എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും? തീ കത്തിക്കും, പുക, ചൂട്, വെളിച്ചം രാത്രി കാലങ്ങളിലൊക്കെ. ഇതൊന്നും ഇവർക്ക് പറ്റില്ല. അപ്പം താടക പറയും, എൻ്റെ കാട്ടിലെ ആൾക്കാരെ ശല്യപ്പെടുത്താൻ വേണ്ടി ഈ ജാതി ആൾക്കാരെ ഏർപ്പാട് ഇവിടെ നടക്കില്ല എന്ന് പറയും. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ധാരാളം പൂക്കൾ, കനികൾ ഇതൊക്കെ ഇവർ വേസ്റ്റ് ആക്കും, പറിച്ചു കൊണ്ടുവന്നിട്ട് ഇങ്ങനത്തെയൊന്നും അവർക്കിഷ്ടമല്ലായിരുന്നു. അപ്പോൾ അവർ പറയും, അവരെന്ത് ചെയ്യും? ഇവർ അശുദ്ധമായിട്ട് കണക്കാക്കുന്ന കുറച്ച് സാധനങ്ങൾ ഇവരുടെ പരിസരത്ത് കൊണ്ടുപോയിടുകയൊക്കെ ചെയ്ത് അവരെ ഒഴിപ്പിക്കാൻ ശ്രമിക്കും. ഇത് നമുക്കറിയുന്ന കഥയാണ്. ഈ താടകയെ പ്രതിരോധിക്കാൻ വേണ്ടി, ഇല്ലാതാക്കാൻ വേണ്ടിയാണ് 16 വയസ്സ് പോലും തികഞ്ഞിട്ടില്ലാത്ത 2 കുട്ടികളെ വിശ്വാമിത്രൻ വിളിച്ചിട്ട് പോണത്, ശ്രീരാമനെയും ലക്ഷ്മണനെയും. അങ്ങനെ ഞാൻ പൊരുതിക്കൊണ്ടിരിക്കുമ്പോൾ അഴകിലവൾ അമ്പിൻ മഴ പൊഴിക്കുമ്പോഴും യുദ്ധതന്ത്രങ്ങളിൽ അതിനിപുണയായിരുന്നിട്ടും ഞാനത് കണ്ട് വിസ്മയത്തോടെ നോക്കി നിൽക്കവേ ഉദാസീനമായി കുറേ നേരം ഇങ്ങനെ പ്രതിരോധിച്ച് നിന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറച്ചു നേരം യുദ്ധം ചെയ്യുമ്പോൾ അവർ തളർന്നു പോയിക്കൊള്ളുമല്ലോ എന്ന് വിചാരിച്ചു. കൊല്ലണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോൾ എന്നോട് മുനി കൊല്ലുക എന്ന് ആക്രോശിക്കുകയാണ്. മുനിവര വചസ്സെന്നെ മറ്റൊരാളാക്കി ഞാൻ കനിവണുവുമില്ലാതെ എയ്തു കൂരമ്പുകൾ എന്നു മാത്രമല്ല, ഒരു നിമിഷം അടിച്ചു നിന്ന ശ്രീരാമനോട് വിശ്വാമിത്രൻ പറയുന്നുണ്ട്, നോക്കൂ, ഭൃഗു മഹർഷിയുടെ പത്നിയായ കാവ്യ എന്ന മാതാവിനെ മഹാവിഷ്ണു വധിച്ചില്ലേ? അതുകൊണ്ട് സ്ത്രീവിധം ക്ഷത്രിയർക്ക് നിഷിദ്ധമൊന്നുമല്ല, മോശപ്പെട്ട സ്ത്രീകളെ വധിക്കാം എന്നാണ്. മോശപ്പെട്ടതെന്ന് നമ്മൾ തീരുമാനിക്കുന്ന സ്ത്രീകളെ വധിക്കാം എന്നാണ്. ഇതുമൊരു മഹത്തായ ധർമ്മം, മഹർഷി തൻ ഹിതമനുഷ്ഠിക്കുന്ന ധർമ്മം സനാതനം എന്ന് പറയാണ്. എന്നിട്ട് ചോദിക്കുക, അഴകു വഴിയുന്നൊരീരാവിൽ നീ എന്തിനി പഴയ കഥയോർമ്മിച്ചു ചോദിച്ചിതോമലേ. അപ്പൊ സീത പറയും, കുളിരിയലുമീ ഞാൻ തഴമ്പെലിക്കേകിടും പുളക സുഖമോർക്കയാൽ ചോദിച്ചതാണു ഞാൻ. ഈ ഞാൻ തഴമ്പുള്ള കൈകൾ എനിക്ക് നൽകുന്ന സുഖമോർത്തപ്പോൾ ഞാൻ എങ്ങനെയാണ് എന്ന് ഓർത്ത് ചോദിച്ചതാണ്. ഒരു സ്ത്രീ ഏറ്റവും സന്തോഷത്തോടെ ഇരിക്കുന്ന സമയം തൻ്റെ പ്രണയ നിമിഷങ്ങളിലാണ്. നമ്മൾ സാധാരണ എല്ലാവരും പറയുന്ന പോലെ പ്രസവിച്ചിട്ട് ആദ്യത്തെ കുട്ടിയെ കാണുമ്പോഴൊന്നുമല്ല, പ്രണയ നിമിഷങ്ങളിലാണ് ഒരു സ്ത്രീ ഏറ്റവും അധികം സന്തുഷ്ടയായിട്ടിരിക്കുന്നത്. അങ്ങനൊരു നിമിഷത്തിലും തന്നെ പുളകോന്മാദങ്ങളിൽ ആറാടിച്ച് തൻ്റെ ഹൃദയേശ്വരൻ്റെ കൈകളാൽ പ്രാണൻ അറുക്കപ്പെട്ട മറ്റൊരു സ്ത്രീയെ പറ്റി ഓർമ്മിച്ചു പോയി എന്നതാണ് സീതയുടെ ഔന്നത്യം. അതിനുശേഷം വനവാസത്തിന് പുറപ്പെടുന്ന നേരത്ത് രാമൻ പലതും പറഞ്ഞിട്ട് സീതയെ പിന്തിരിപ്പിക്കാൻ നോക്കി എന്ന് നമുക്കറിയാമല്ലോ, രാമായണത്തിലുണ്ട്, വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അതിന് അദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, തറയിലുടനീളം കൊഴിഞ്ഞു വീഴുന്ന പൂനിരകൾ നിറയും മലർക്കാവല്ല കാനനം, വിപിനമതിഭീകരം ഹിംസ്രസത്വാകുലം നിബിഡതിമിരാവൃതം അത്യാഹിതാസ്പദം നിശിചര നിഷേവിതാരണ്യമധ്യത്തിൽ ഞാൻ നിയതമബലേ നിന്നെ രക്ഷിപ്പതെങ്ങനെ. ഇത് നമ്മളും കേൾക്കാറുള്ളതാണ് അല്ലേ?
ഈ നേരത്ത് അവിടേക്കൊന്നും നിങ്ങളെയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, സ്ത്രീകളെയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, ഇപ്പൊ ഒന്നും എവിടെ വരണ്ട, അവിടെ ഇരിക്കുക എന്നൊരു വാചകം സ്വന്തം വീട്ടിലുള്ള ആണുങ്ങളുടെ അടുത്തുനിന്ന് എപ്പോഴെങ്കിലും കേൾക്കാത്ത ഒരു ഒറ്റ സ്ത്രീയും ഉണ്ടാവില്ല. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ ശ്രീരാമൻ എന്ന് പറഞ്ഞ വ്യക്തി ആരുടെയെങ്കിലും മുൻപിൽ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അത് സീത എന്ന പെൺകുട്ടിയുടെ മുമ്പിൽ മാത്രമാണ്. വേറെ എവിടെയാണെങ്കിലും രാമൻ വിചാരിച്ച ജയം രാമൻ നേടിയെടുത്തിട്ടുണ്ട്. ഇവിടെ ഈ രാമൻ ഇങ്ങനെയൊക്കെ പറയുകയാണ്, ഇത്ര അതിഭീകരമായിട്ടുള്ള വിപിനത്തിൽ നിന്നെ ഞാൻ എങ്ങനെ രക്ഷിക്കാനാണ്? ഇതിങ്ങനെ പൂവാടിയിൽ പൂക്കൾ വീഴുന്ന പൂവാടിയൊന്നും അല്ല ഈ വനമെന്ന് പറഞ്ഞാൽ വരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ സീത നിസാരമായിട്ട് ചോദിക്കുകയാണ്, ഒരു നിമിഷം പോലും ആലോചിക്കാതെ ചോദിക്കുകയാണ്, കാടുകൾ അങ്ങനെ സ്ത്രീകൾക്ക് ഇരവു പകൽ ആപത്കരങ്ങളാണെങ്കിൽ പ്രണയമെഴുമാണുങ്ങൾ ഒന്നിച്ചു സൗഖ്യമായി വനചരവധുക്കൾ വസിക്കുന്നതെങ്ങനെ എന്ന് ചോദിക്കും. അവിടുത്തെ സ്ത്രീകൾ, അവിടുത്തെ പെണ്ണുങ്ങൾ അവരുടെ ആണുങ്ങളുടെ ഒപ്പം ഈ കാട്ടിലല്ലേ ജീവിക്കുന്നത്? അതെങ്ങനെയാണ് ജീവിക്കണത് കാട് ഇത്ര ഭീകരമാണെങ്കിൽ? അത് മാത്രമല്ല, താങ്കൾ പോകുന്നത് എന്തിനാണ്? താങ്കളുടെ അച്ഛൻ്റെ പ്രതിജ്ഞ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് താങ്കൾ പോകുന്നത്. എൻ്റെ കൈ അങ്ങയുടെ കയ്യിൽ വെച്ച് തരുമ്പോൾ എൻ്റെ അച്ഛൻ ചൊല്ലിയ ഒരു പ്രതിജ്ഞയുണ്ട്. എന്താ അത്? ഇവൾ അനുഗമിച്ചിടും നിന്നെ നിൻ ഛായപോൽ എവിടെയും എന്നാണത്. മിഥിലയുടെ നാഥനും സത്യപ്രതിജ്ഞനാണ്, അതിന് മകൾ ഭംഗം വരുത്തിൽ ഒരിക്കലും. പിന്നെ രാമന് വാക്കുകളൊന്നുമില്ലായിരുന്നു. അങ്ങനെയാണ് സീത കൂടെ പോയത്. അപ്പോൾ പൂർണ്ണമായും ഭർത്താവിനെ അനുസരിച്ച് എന്തു പറഞ്ഞാലും തലയാട്ടി കുമ്പിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നില്ല സീത. മറ്റൊരു സന്ദർഭത്തിൽ, ഞാൻ ഒരുപാട് സമയമെടുക്കുന്നില്ല, മറ്റൊരു സന്ദർഭം പറയുന്നത്, തിരുനെല്ലൂർ കവിതകളിൽ സ്ത്രീ എന്താണെന്ന് സമർത്ഥിക്കാനോ വിശദീകരിക്കാനോ ഒന്നും ഞാൻ ശ്രമിക്കുന്നില്ല. കുറച്ച് സന്ദർഭങ്ങൾ മാത്രം നമ്മൾക്ക് മുന്നിൽ വയ്ക്കാം, നമുക്ക് സ്വയം വായിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യാമല്ലോ, അത്രേ ആവശ്യമുള്ളൂ എന്ന് തോന്നുന്നു. ഈ ചാതുർവർണ്ണ്യ വ്യവസ്ഥകൾ അണുവിട വ്യതിചലിക്കാതെ സ്വാംശീകരിക്കാനും പാലിക്കാനും ദത്തശ്രദ്ധനായിരുന്നു അതിബുദ്ധിമാൻ കൂടിയായിരുന്ന രാമൻ. അപ്പോൾ നിലവിലുള്ള നീതിന്യായ നിയമാവലികളെ ചോദ്യം ചെയ്യാതെ പരിപാലിക്കുകയാണ് ധർമ്മം എന്നയാൾ വിശ്വസിച്ചു. അതിൻ്റെ മനുഷ്യത്വരഹിതവും സാമാന്യ യുക്തിക്ക് നിരക്കാത്തതുമായ ഭാഗങ്ങൾ പോലും രാമൻ ചോദ്യം ചെയ്യാതെ അനുസരിച്ചിട്ടുണ്ട്. പക്ഷെ സീത അങ്ങനെയായിരുന്നില്ല. വാൽമീകി രാമായണത്തിലുള്ള അത്തരം സന്ദർഭങ്ങളെയാണ് തിരുനെല്ലൂർ തൻ്റെ കാവ്യങ്ങളിലൂടെ പുനരാവിഷ്കരിച്ചത്. ഒരു ഭാഗം കൂടെ, ദണ്ഡകാരണ്യത്തിൽ എത്തിയിട്ട് അവിടുത്തെ സന്യാസിമാരുടെ ആതിഥ്യം സ്വീകരിച്ചിരിക്കുമ്പോൾ അവർ തങ്ങളുടെ ഒരു പ്രശ്നം പറയുകയാണ് ശ്രീരാമനോട്. എന്താ പറയുന്നത്? രാക്ഷസന്മാരെന്നു ഞങ്ങൾ വിളിക്കുന്ന ദാക്ഷിണാത്യന്മാർ അവൈദികവാദികൾ സ്വർഗത്തെ യാഗത്തെ വർണ്ണവ്യവസ്ഥയെയൊക്കെ എതിർക്കും ഈ ദുർമാർഗചാരികൾ ഒന്നിച്ചുമൊറ്റയ്ക്കുമെത്തി തപസ്സിനു വിഘ്നമുണ്ടാക്കുന്നു നിത്യമെന്നോണമേ എന്നാണ് പറയുന്നത്. രാക്ഷസരെന്ന് ഞങ്ങൾ വിളിക്കുന്ന ഈ അവൈദികവാദികൾ, നമ്മൾ വിശ്വസിക്കുന്ന ചര്യകളിലൊന്നും വിശ്വസിക്കാത്ത കുറച്ച് ആൾക്കാർ, ഈ സ്വർഗത്തിനും യാഗത്തിനെയൊക്കെ എതിർക്കുന്നവരാണ്, വർണ്ണവ്യവസ്ഥയിലേക്ക് എതിർക്കുന്നവരാണ് അവർ വന്ന് ഞങ്ങളുടെ യാഗത്തിനൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ ധർമ്മവിധ്വംസകരെ നിഗ്രഹിച്ച് ഞങ്ങളെ രക്ഷിച്ചാൽ പുണ്യവും കീർത്തിയും നേടാൻ ഇതിൽ പരം മറ്റൊരു പ്രവൃത്തിയില്ല അങ്ങേക്ക് എന്ന് പറയും. ഗാനന മൗനത്തിൽ മോഹനമാമൊരു ഗാനം യദൃച്ഛയാ കാതിൽ പതിച്ചപ്പോൾ രാമൻ സന്തുഷ്ടനായി എന്നാണ്. ഞാനും എൻ്റെ അനുജനും ഞങ്ങളേന്തുന്ന ബാണചാപങ്ങളും ഉള്ള കാലം നിങ്ങളുടെ തപസ്സിന് ഒരു വിഘ്നവും വരില്ല, ഇത് ഞാൻ വാക്ക് തരുന്നു എന്ന് അദ്ദേഹം പറയും. അങ്ങനെ കാട്ടിലും ആര്യവർണാശ്രമധർമ്മങ്ങൾ കാത്തുകൊള്ളാൻ ആ പരാക്രമശാലികൾ നിത്യവും ചെയ്യുന്ന ദാരുണമാം നരഹത്യകളെ കുറിച്ച് ദിവസവും ഏട്ടനും അനുജനും കൂടി വൈകുന്നേരം ആശ്രമത്തിലിരുന്ന് ഇങ്ങനെ സംസാരിക്കും. വിരാധനടക്കം പല രാക്ഷസന്മാരെയും കൊന്നു വീഴ്ത്തിയ കഥകൾ. മൈഥിലിക്കിത് കേട്ട് 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 മരവിച്ച പോലെയായി. ഒരു ദിവസം സഹിക്കവയ്യാതെ അവർ ചോദിക്കും, നമ്മൾ ഈ അവിടുന്ന് പറഞ്ഞു വിടുമ്പോൾ അച്ഛൻ പറഞ്ഞൊരു വാചകം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആർത്ത സംരക്ഷണോപായമാണ് അസ്ത്രങ്ങൾ എന്ന് പറഞ്ഞു തന്നിട്ടില്ലേ?
താപസവേഷധാരികളായി ഈ വേഷം ധരിച്ച് ഇവിടുത്തെ അതിഥികളായിട്ട് നമ്മൾ കഴിയുമ്പോൾ നിങ്ങൾ അതൊക്കെ എങ്ങനെയാണ് മറന്നുപോയത്? ആയുധമേന്തിയ വീരാഗ്രണികളിൽ മുമ്പനായ അങ്ങ് ഈ വനവാസികളെ മുഴുവൻ അൻപേ വധിച്ചു തള്ളുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? നമ്മളോട് യാതൊരു വൈരവുമില്ലാത്ത യാതുധാനന്മാർ സ്വദേശ നിവാസികൾ, സ്വന്തമാം നീതിധർമാവബോധങ്ങളും സ്വച്ഛന്ത ജീവിത ശൈലിയുമുള്ളവർ, കാട്ടിൽ സ്വവിശ്വാസനീതരായി വാഴുമേ കൂട്ടരെ ഉഗ്രമാം രൗദ്രഭാവത്തോടെ നിഗ്രഹിക്കാനോ വനത്തിലേക്ക് അച്ഛൻ്റെ നിർദ്ദേശമാദരിച്ചെത്തിയതിങ്ങനെ. അതിനാ നിങ്ങളിവിടെ വന്നത് എന്ന് ചോദിക്കും. ഈ വിധവകളായ സ്ത്രീകളുടെ, അമ്മമാരുടെ, കുട്ടികളുടെ ഒന്നും കരച്ചിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഇവിടെ വന്ന് താമസിക്കുന്നത് കൊണ്ട് മാത്രം അവരനുഭവിക്കേണ്ടി വന്ന ഈ വൈപരീത്യത്തിന് ആര് സമാധാനം പറയും എന്ന് സീത ദേഷ്യപ്പെട്ട് ചോദിക്കും രാമനോട്. അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയും, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ലക്ഷ്മണനോ പരമസാത്വികന്മാരും ഈശ്വരാന്വേഷികളുമായിട്ടുള്ള തപോധനന്മാർക്കോ ഒന്നും ഈ ക്രൂരതയെക്കുറിച്ച് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, മനസ്സമാധാനക്കേടും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അവരുടെ കൂടെയുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും ഒരു സ്ത്രീയുമായ സീതയ്ക്ക് മാത്രമാണ് ഇത് തോന്നിയത്. അതുപോലെ മറ്റൊരു സന്ദർഭം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം, സമയം അതിക്രമിച്ചു പോകുന്നു. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വായനയിൽ സീത എന്ന കാവ്യത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു സന്ദർഭം. രണ്ട് സന്ദർഭങ്ങളിലൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭവും അതാണ്. വസന്താഗമം. പൂക്കൾ കൊണ്ട് ഉടയാടകൾ തുന്നി ഇട്ട്, പൂക്കൾ കൊണ്ടാണ് വസ്ത്രം, പൂക്കൾ കൊണ്ടാണ് ആഭരണം, പൂക്കൾ കൊണ്ടാണ് കേശാലങ്കാരം, അങ്ങനെ അണിഞ്ഞ അതിസുന്ദരിയായ ഒരു പെൺകുട്ടി ഉല്ലാസവതിയായിട്ട് ഇങ്ങനെ വരുവാണ്. ഇതാരാ ഇത്, വസന്ത ദേവതയോ എന്നിങ്ങനെ മൈഥിലി വിസ്മയം കൊണ്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാ പെൺകുട്ടി നേരെ വരുന്നത് നമ്മുടെ ആശ്രമത്തിലേക്കാണ് വരുന്നത്. ആഹാ, ഇതുപോലൊരു അതിഥി ഇതുവരെ ഇവിടെ വന്നിട്ടില്ലല്ലോ എന്നിങ്ങനെ കൗതുകത്തോടെ വിചാരിച്ച് സീത, ഇതെന്താ ഈ കുട്ടി ഇപ്പോഴിങ്ങോട്ട് വരാൻ കാരണം എന്ന് വിചാരിച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ പെൺകുട്ടി ഇങ്ങനെ ഉല്ലാസത്തോടു കൂടി സന്തോഷത്തോടെ മുഖവും കവിളൊക്കെ ഇങ്ങനെ ചുമന്ന് തുടുത്ത് നേരെ രാമൻ്റെ മുൻപിൽ വന്ന് നിന്നിട്ട് പറയും, ഞാൻ ലങ്ക വാഴുന്ന ലങ്കേശ്വരനായ രാവണൻ്റെ സഹോദരിയാണ്. താങ്കൾ ദശരഥൻ്റെ പുത്രനായ രാമനാണെന്ന് എനിക്കറിയാം. ദശരഥനെക്കുറിച്ചും മിഥിലാധിപനായ ജനകനെക്കുറിച്ചുമൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ രാമൻ ഇങ്ങനെ നോക്കിയിട്ട് വന്ന കാര്യം പറയും എന്ന് പറയും. അപ്പോൾ ആ കുട്ടി പെട്ടെന്ന് പറയും, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങളുടെ വീരപരാക്രമങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്നെ കല്യാണം കഴിക്കുമോ എന്ന് ചോദിക്കും. അപ്പോൾ രാമന് ഭയങ്കര ഒരു തമാശയും പരിഹാസവും ഒക്കെ ചേർന്ന് ആ കുട്ടിയോട് പരിഹാസ സ്വരത്തിൽ നിന്ദിച്ചിട്ട് അപ്പോൾ അവൾ അത് കഴിഞ്ഞിട്ട് പിന്നെ രാമൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യം ചെയ്യുക, എൻ്റെ ഭാര്യയാണ് ഇവിടെ നിൽക്കുന്നത്, നമുക്കറിയാം ആ കഥാസന്ദർഭമൊക്കെ, ഇതെൻ്റെ ഭാര്യയാണ് നിൽക്കുന്നത്, നോക്ക് അത് അവിടെ നോക്ക്, എൻ്റെ അനുജൻ നിൽക്കുന്നുണ്ട്, അവന് ഭാര്യയില്ല, അവൻ്റെ അടുത്തേക്ക് പോയിക്കോളൂ എന്ന് പറയും. അന്നേരം ഈ പെൺകുട്ടിക്ക് താൻ വല്ലാതെ അപമാനിതയായതുപോലെ തോന്നി. താൻ ഹൃദയം അർച്ചിച്ച് പൂജിക്കുന്ന ഒരു മനുഷ്യനോട് വന്നിട്ട് ആ കാര്യം പറയുമ്പോൾ, തീർത്തും മറ്റൊരുത്തൻ്റെ കൂടെ പോയി ജീവിക്കൂ, അവൻ്റെ അടുത്തേക്ക് പോയി പറഞ്ഞോളൂ എന്നൊക്കെ പറയുന്നത് എത്ര അപമാനിക്കലാണ്. അവർ പെട്ടെന്ന് ക്രുദ്ധയായി. ആ പെൺകുട്ടി പറയും, ഇതാണോ നിങ്ങളുടെ ആര്യവംശധർമ്മം? നിങ്ങളോട് ഇഷ്ടമാണെന്ന് വന്ന് ഹൃദയം തുറക്കുന്ന ഒരു പെൺകുട്ടിയോട് വേറൊരുത്തൻ്റെ കൂടെ പോയി കിടക്കാൻ പറയുന്നതാണോ നിങ്ങളുടെ ആര്യവംശധർമ്മം? അത് ഓർത്തിട്ട് എനിക്ക് നല്ല ലജ്ജയുണ്ട് കേട്ടോ, ഇതാണോ നിങ്ങളുടെ ധർമ്മം എന്ന് ചോദിക്കും. അന്നേരം രാമൻ ഭയങ്കര ക്രുദ്ധനാവും. അത് രാമന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ആ ചോദ്യം താങ്ങാൻ രാമന് ശേഷിയില്ല. രാമൻ പെട്ടെന്ന് വളരെ ക്രുദ്ധനായിട്ട് പറയും, നിനക്ക് എന്താ അറിയാം ഏകപത്നി വ്രതത്തിൻ്റെ പവിത്രത എന്ന് ചോദിക്കും. നിങ്ങൾക്കറിയുമോ, നിങ്ങൾ ഈ കാട്ടിൽ താമസിക്കുന്ന കാട്ടാളന്മാരല്ലേ, ഏകപത്നി വ്രതത്തിൻ്റെ പവിത്രതയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം എന്ന് ചോദിക്കുമ്പോൾ അവർ ചോദിക്കും, അല്ല നിങ്ങൾ അയോധ്യയിലെ രാജാവായിട്ടുള്ള ദശരഥൻ്റെ മകനല്ലേ, ഓർമ്മയ്ക്ക് എന്തെങ്കിലും തകരാറുണ്ടോ? ഇല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഏകപത്നി വ്രതം എന്ന് പറയുന്നത് സ്വന്തം അച്ഛനെ ധിക്കരിക്കലല്ലേ എന്ന് ചോദിക്കും. അതിന് രാമന് യാതൊരു ഉത്തരവുമില്ല. രാമന് ക്രോധം കൊണ്ട് കണ്ണു കാണാതായി. രാമൻ ലക്ഷ്മണനോട് പറയാണ്, നീ എന്താണ് അച്ഛനെ പറ്റി പറയുന്നതൊന്നും നീ കേൾക്കുന്നില്ലേ? പാവ പോലെ നിൽക്കുന്നത് എന്താണ്? നിന്റെ കൈകൾക്ക് ഭാരമാണോ ആ വാള്
എന്ന് ചോദിക്കും. ഉടനെ ഞെട്ടിത്തരിച്ച ലക്ഷ്മണൻ, അവിടെ തിരുനെല്ലൂർ പറയുന്നത്, തന്നിലയിൽ ഉറച്ചു താൻ നിൽക്കയാൽ തൻ്റെ രക്തത്തിൽ മുങ്ങുന്നു പെൺകൊടി. തന്നിലയിൽ ഉറച്ചു താൻ നിൽക്കയാൽ തൻ്റെ രക്തത്തിൽ മുങ്ങുന്നു പെൺകൊടി എന്നാണ്. ഇന്നും അങ്ങനെ തന്നെയാണല്ലോ. നമ്മുടെ ഒരു എന്താ പറയുക, നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സ്ത്രീകൾക്ക് ഒരിക്കലും അതിനനുസരിച്ചുള്ള ബഹുമാനമൊന്നും അല്ല കിട്ടാറുള്ളത്. ഏറ്റവും അടുത്ത ഉദാഹരണം അഡ്വക്കേറ്റ് അനീഷ്യ നമുക്കറിയാം. അപ്പോൾ സീതയും അവിടെയുണ്ട്. അതുവരെ സീത കൗതുകത്തോടെ വളരെ വിസ്മയത്തോടെ ഈ പെൺകുട്ടിയെയും ഇവളുടെ പ്രവർത്തികളെയും ഒക്കെ കണ്ട് നിൽക്കുകയായിരുന്നു. രാമൻ്റെ മറുപടികളും കേൾക്കുന്നുണ്ട്, കുർത്തനാവുന്നതും കാണുന്നുണ്ട്. സീത ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്നാണ് രാമൻ്റെ ഈ ആജ്ഞയും ലക്ഷ്മണൻ്റെ ചെയ്തിയും. അവരാകെ ഞെട്ടിപ്പോയി. അവരിത് തീരെ പ്രതീക്ഷിക്കുന്നില്ല. മിനിറ്റുകൾക്കുള്ളിൽ ഇങ്ങനെ ഒരു അത്യാഹിതം തൻ്റെ ആശ്രമമുറ്റത്ത് തൻ്റെ ഭർത്താവും അനുജനും കൂടി ചെയ്യുമെന്ന് അവർ തീരെ പ്രതീക്ഷിച്ചില്ല. ഇത്രയ്ക്ക് മനുഷ്യത്വരഹിതമായിട്ടുള്ള, ഇത്രയ്ക്ക് നീചമായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യാൻ ഇവരെ കൊണ്ട് സാധിക്കുമെന്ന് അവർ തീരെ വിചാരിച്ചിട്ടില്ലായിരുന്നു സീത. അപ്പോൾ തീർത്തും ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലായിപ്പോയ സീത അവജ്ഞയോടുകൂടി രാമൻ്റെ മുഖത്തുപോലും നോക്കാതെ ലക്ഷ്മണനോടാണ് പിന്നെ ചോദിക്കുന്നത്. കാമവാസന ചോദിതയെങ്കിലും കാനനത്തിൽ വസിക്കുവോളെങ്കിലും, കാമവാസന ചോദിതയെങ്കിലും കാനനത്തിൽ വസിക്കുവോളെങ്കിലും, കൈത്തലത്തിൽ മൃദുല വിശുദ്ധമാം ഹൃത്തുമായി വന്നൊര പെൺകിടാവിനെ ആയുധത്തിൻ പ്രയോഗമില്ലാതുപായാന്തരത്താൽ അനിന്ദ്യമാകും വിധം ആടലെന്നെ പറഞ്ഞയച്ചിടുവാൻ ആകുമായിരുന്നില്ലേ കുമാരക എന്ന് സീത ചോദിക്കുന്നിടത്ത് ഈ സർഗം അവസാനിപ്പിക്കുകയാണ് തിരുനെല്ലൂർ. ഇതിൽ കൂടുതൽ ഞാൻ സീതയിൽ ഇനി മണ്ഡോദരിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. മണ്ഡോദരി എന്ന കഥാപാത്രത്തെക്കുറിച്ച് ഇവിടെ ഞാൻ പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയട്ടെ. ശൂർപ്പണഖ എന്ന വാക്ക് അദ്ദേഹം ഒരിക്കലും രാവണൻ്റെ സഹോദരിയെക്കുറിച്ച് ഉപയോഗിച്ചിട്ടേയില്ല. അതുപോലെ അദ്ദേഹം ഉപയോഗിക്കാത്ത മറ്റൊരു വാക്കാണ് ദുര്യോധനൻ. സുയോധനൻ എന്നേ തിരുനെല്ലൂർ എപ്പോഴും തൻ്റെ കവിതകളിൽ പറയാറുള്ളൂ. ശൂർപ്പണഖ എന്ന വാക്ക് പേര് പിന്നീട് വീണതാണ്. സത്യത്തിൽ സുപർണിക എന്ന പേരുള്ള ഒരു കുട്ടിയായിരുന്നു അത്. ഈ കവിത അദ്ദേഹത്തിന് പൂർണ്ണമാക്കാൻ സാധിച്ചില്ല. സീത എന്ന കവിത പൂർണ്ണമാക്കാൻ സാധിച്ചില്ല. വാൽമീകിയുടെ ആശ്രമത്തിൽ എന്ന കവിത വേണമെങ്കിൽ ഇതിൻ്റെ തുടർച്ചയായിട്ട് വായിക്കാം. അതിൻ്റെ തുടർച്ചയായിട്ട് രാമായണം എന്ന കവിതയും വായിക്കാം. ഇവിടെ ഞാൻ കൂടുതൽ പറയുന്നില്ല, ഇവിടെ നിർത്തുകയാണ്, കൂടുതൽ വായിക്കുന്നില്ല. വാൽമീകിയുടെ ആശ്രമത്തിൽ എന്ന കവിതയിലെ കുറച്ച് വരികൾ മാത്രം ചൊല്ലിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. വാൽമീകിയുടെ ആശ്രമത്തിൽ സീത ഇരിക്കുകയാണ്. കുട്ടികൾ കളിക്കാൻ പോയിട്ടുണ്ട്. ഏതാണ്ട് ഒരു ഉച്ച നേരമാണ്. അവർ തിരിച്ചു വന്നിട്ടില്ല, കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പം കുട്ടികൾ വരുവാണ്. അപ്പം അമ്മ ചോദിക്കും, എന്താണ് ഇത്ര നേരം വൈകിയത്, എവിടെ പോയിരുന്നു ഇത്ര നേരവും എന്ന് സീത ചോദിക്കുമ്പോൾ കുട്ടികൾ പറയും, അമ്മ ഏതും അറിഞ്ഞില്ലേ മുത്തശ്ശൻ മുനി ഞങ്ങളെ പഠിപ്പിച്ചു തുടങ്ങി ശ്രീരാമൻ്റെ കഥ പാടുവാൻ എന്ന്. താളത്തിൽ തലയാട്ടുന്ന കാട്ടുവല്ലികൾ കേൾക്കുവാൻ പാടിപ്പാടി നടന്നപ്പോൾ വൈകിപ്പോയി നേരം ഇത്രയും. സീതതൻ മുഖമന്നേരം കാറുമൂടിയ പോലെയായി, ക്ഷണത്തിൽ വിളറി പിന്നെ ശരത് കമല തുല്യമായി. എന്നിട്ട് കുട്ടികൾ ചോദിക്കുകയാണ്, അമ്മയ്ക്ക് കേൾക്കണോ, ഞങ്ങൾ ആദ്യത്തെ കുറച്ച് പാട്ടുകൾ പാടിത്തരാം എന്ന് പറഞ്ഞ് കുട്ടികൾ ഇങ്ങനെ പാടാൻ തുടങ്ങുമ്പോൾ സീതയ്ക്ക് ഗദ്ഗതം നിർത്താൻ പറ്റുന്നില്ല, കണ്ണുനീര് തടുത്ത് നിർത്താൻ പറ്റുന്നില്ല. അപ്പോൾ മാറിൽ വീഴുന്ന കണ്ണീരാൽ നനവാർന്നുള്ള വൽക്കലം തലോടിക്കൊണ്ടുണർത്തിച്ചു കുശനമയോടി വിധം. രാമന്റെ കഥ ചൊല്ലുമ്പോൾ അറിയാതിടക്കിടെ സീത എന്നിടറിക്കൊണ്ടു പറയാറുണ്ടു മാങ്ങുനേ.
തുടർന്ന് ലവനും ചോദിച്ചു, അമ്മേ ചൊന്നാലുമാരാണീ രാമൻ എന്ന പരാക്രമി. സീതയ്ക്ക് ഒന്നും പറയാൻ സാധിക്കുന്നില്ല. സീത വിറകൊള്ളുക മാത്രം ചെയ്ത അധരം വിഗതാക്ഷരം, ഒന്നും പറയാൻ സാധിക്കുന്നില്ല. കരച്ചിൽ നിർത്താനും സാധിക്കുന്നില്ല. അതുവരെ വളരെ സംയമനത്തോടെ എപ്പോഴും കഴിഞ്ഞു വന്നിരുന്ന ഒരു സ്ത്രീയായ സീതയ്ക്ക് പെട്ടെന്ന് കണ്ണുനീർ നിർത്താനൊന്നും സാധിക്കുന്നില്ല. കുട്ടികൾ അമ്പരന്നു പോയി. ഉടനെ കുട്ടികൾ പറയും, മഹർഷിയോതി തന്നാലും അമ്മയെ കരയിക്കുവാൻ പാടുകില്ലിനിമേൽ ഞങ്ങൾ രാമന്റെ കഥ ഇങ്ങനെ. ആരുടെ മക്കളാണ് പറയുന്നത്? മഹർഷിമാരെ എന്തു പറഞ്ഞാലും ചില്ലക്ഷരം തെറ്റിക്കാതെ അനുസരിക്കുന്ന രാമൻ്റെ മക്കളായപ്പോഴത്തേക്കും അവർക്ക് തീരെ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് മനസ്സിലായി, എന്താ മഹർഷിയോതി തന്നാലും അമ്മയെ കരയിക്കുവാൻ പാടുകല്ലിനിമേൽ ഞങ്ങൾ രാമൻ്റെ കഥ ഇങ്ങനെ. അരുമപ്പെട്ട കുഞ്ഞുങ്ങൾ അറിയാതിതു ചൊല്ലവേ അരുതെന്നു വിലക്കിക്കൊണ്ടരുളി പുത്രവത്സല. അവര് പറയും, സമസ്ത ലോകവും കേൾക്കെ പാടി വാഴ്ത്തുക രാമനെ. രാമരാജ്യം എന്ന സങ്കല്പം എടുത്തു നോക്കിയാൽ നമുക്കറിയാം എന്താണ് രാമരാജ്യം, അല്ലെങ്കിൽ രാമൻ്റെ പുകൾ എന്താണ്. അവസാനം വരെ, തുടക്കം തൊട്ട് ഒടുക്കം വരെ കുറേ വധങ്ങൾ മാത്രമാണ്. മറ്റെന്താണ് രാമരാജ്യത്തിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്? വധങ്ങൾ, 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 വധങ്ങൾ. ഓരോ വധങ്ങൾ നടത്തുമ്പോഴും ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി എന്നും മഹർഷിമാർ പുകഴ്ത്തിപ്പാടി എന്നും ഓരോ വരികളിൽ എഴുതി വെച്ച് രാമനെ അവർ പുകഴ്ത്തിപ്പാടിയതാണെന്ന് പറഞ്ഞ വരികൾ കൊണ്ട് പുകഴ്ത്തുക. ഇതാണ് രാമായണങ്ങളിലുള്ളത്. ഇത് മാറ്റി നിർത്തിയാൽ രാമൻ്റെ പ്രവൃത്തി എന്താണ്? വധങ്ങൾ മാത്രം. അതാണ് സീത പറയണത്, സമസ്ത ലോകവും കേൾക്കെ പാടി വാഴ്ത്തുക രാമനെ, അറിയും നിങ്ങളീ രാമനാരെന്നന്ത്യനാളുകളിൽ. ജനകനോടുള്ള രാമനോടുള്ള സ്നേഹം കൊണ്ട്, സ്നേഹത്തിന് മുമ്പിൽ സമസ്തവും അടിയറ വെച്ച് ത്യജിച്ച് കൂടെ പോകാൻ തയ്യാറായ ഒരു പെൺകുട്ടിയാണ്, സ്ത്രീയാണ് സീത. അഗാധമായ മൗനത്താൽ ആകാശം ഗ്രസ്തമാകവേ ഒരു തുള്ളി കണ്ണുനീർ പോലുജ്വലിച്ചർക്കമണ്ഡലം, ഒരു തുള്ളി കണ്ണുനീർ പോലുജ്വലിച്ചർക്കമണ്ഡലം. നിൽപ്പതുണ്ടാശ്രമത്തിൻ്റെ മുൻപില മുനി ശിഷ്യയാൾ, ഹൃദയത്തെ ഹവിസാക്കും യാഗത്തിൽ കത്തുമഗ്നിയായി. ഇത്രയും രാമനെ വിശ്വസിച്ച് വിശ്വപ്രസിദ്ധമായ രാമൻ്റെ പത്നി സ്നേഹത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. രാമൻ്റെ പേര് എവിടെയൊക്കെ ഈ പാരിലുണ്ടോ അവിടെയൊക്കെ ആ കാലത്തോളം ഈ പാരിൽ മുഴുവൻ ഞാൻ സുരക്ഷിതയായിരിക്കുമെന്ന് മണ്ഡോദരിയോട് തലയുയർത്തിക്കൊണ്ട് പറഞ്ഞ സീതയെ ആ ലങ്കയിൽ വച്ചു തന്നെ ആദ്യമായിട്ട് രാമൻ അപമാനിച്ചു. അഗ്നിയിൽ ഇറങ്ങി കയറണം എന്ന് കൽപ്പിച്ചു, അഗ്നിശുദ്ധി വരുത്തണം എന്ന് കൽപ്പിച്ചു. രാവണൻ പോലും തൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചിട്ടില്ല. കോട്ട കടന്നതും അവിടുത്തെ ഉദ്യാനത്തിൽ വെക്കുകയാണ് ചെയ്തത് മൂർച്ഛാധീനയായി വീണ സീതയെ. പിന്നീട് അവിടെ നിന്ന് അവരെവിടേക്കും അനങ്ങിയിട്ട് പോലും ഇല്ല. പക്ഷേ രാമൻ്റെ മുൻപിലാണ് അവർക്ക് അഗ്നിശുദ്ധി തെളിയിക്കേണ്ടി വന്ന്. വീണ്ടും മക്കളുണ്ടായി. ആ മക്കളെ കണ്ട് സദസ്യരെമ്പാടും രാമനെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് കൗതുകം കൊണ്ട് രാമൻ്റെ കഥ പാടുന്ന ഈ മക്കളെയും കണ്ട് എല്ലാം തിരിച്ചറിഞ്ഞിട്ട് വീണ്ടും വിശ്വാസമല്ല, അഗ്നിശുദ്ധി തെളിയിക്കണം എന്ന് പറയുന്നിടത്താണ് സീതയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത്. യാഗശാലയ്ക്ക് തീപിടിച്ചു എന്നും ഭൂമി പിളർന്നു എന്നും അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ആ ഭൂമിയിലേക്ക് സീത താഴ്ന്നുപോയി എന്നുമാണ്. കൂടുതൽ പറഞ്ഞു നീട്ടുന്നില്ല. നന്ദി, നമസ്കാരം.